Sixth lesson, Panchayati Raj system. The Panchayati Raj is a system of self-government in rural area. It aims at rural development by involving the rural community to strengthen the foundation of Indian democracy. Previous lessons we learned about democracy, isn't it? Democracy is derived from two words, demos and kratos. Yes. So Panchayati Raj is the part of democracy. Panchayati Raj എന്ന് പറയുന്നത് നമ്മുടെ ഡെമോക്രസിയായി നല്ലൊരു റിലേഷൻ ഉള്ളതാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ്. Then Panchayati Raj എന്ന് പറഞ്ഞാൽ Panchayati Raj is a system of self government in rural area. Rural areas ഉള്ള self government ആണ് ഇത് Panchayati Raj. Panchayati Raj system is a system of self government in rural areas. It aims at rural development by involving the rural community. From rural areas self government and Panchayati Raj system. Adinte aim and ലക്ഷ്യം എന്ന് പറയുന്നത് rural development. Rural development by involving the rural community. Rural community എന്താ പറയാ rural development ആണ് ഈ Panchayati Raj systemത്തിന്റെ ലക്ഷ്യം. Panchayati Raj system is a system of self government in rural areas or rural areas and rural region, and it aims at the rural development of rural community. The central and the state governments deal with the administration of large areas. Rural self-government works towards development related to agriculture, irrigation, health, education and rural development through local effort. It attends to local problems such as drinking water supply, electricity, maintenance of roads, sanitation, much more efficiently. People also learn to cooperate with each other and tackle the difficulties on their own instead of relying on the state or central government. നമുക്കറിയാം നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ചും സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ചും പഠിച്ചതാണല്ലേ അല്ലെ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് സെൻട്രൽ ഗവൺമെന്റ് അല്ലെ ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ ഹൗ ഡു വി സെലക്ട് ദ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതൊക്കെ പഠിച്ചാണ് അപ്പൊ പഞ്ചായത്തി രാജ് ഇപ്പൊ പഠിച്ചു പിന്നെ അതിൽ പറയുകയാണെ പഞ്ചായത്തി രാജിന്റെ വർക്ക്സ് എന്തിനു വേണ്ടിയാ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ വർക്ക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താ the central and state government deal with the administration of large areas. നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു കൺട്രിയുടേതാണ് അല്ലെ ഒരു കൺട്രിയിലാണ് ഇത് കൺട്രി മുഴുവനാണ് ഇത് സെൻട്രൽ ഗവൺമെന്റ് വരിക പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ വരുന്നത് സ്റ്റേറ്റ് അല്ലെ സ്റ്റേറ്റ് ആണ് ഒരു സ്റ്റേറ്റ് മുഴുവനെ കൺട്രോൾ ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു കൺട്രി മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതാണ് അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡീൽ വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലാർജ് ഏരിയാസിനെയാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഡീൽ ചെയ്യുക പക്ഷേ റൂറൽ സെൽഫ് ഗവൺമെന്റ് വർക്ക്സ് ടുവേർഡ്സ് ദ ഡെവലപ്മെന്റ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ഇറിഗേഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ എക്സെട്ര ഇൻ എ റൂറൽ റീജിയൻ ഇപ്പൊ റൂറൽ റീജിയനിലെ റൂറൽ ഏരിയാസിലെ ഹെൽത്തിനെ കുറിച്ചും അല്ലെങ്കിൽ എന്താ പറയാ എഡ്യൂക്കേഷൻ പിന്നെന്താ ഇറിഗേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആര് ചെയ്യുക പഞ്ചായത്ത് രാജ് ചെയ്യുക അല്ലെ നമ്മള് പഞ്ചായത്തിലെ റോഡ്സ് ഒക്കെ കണ്ടിട്ടില്ലേ റോഡിന്റെ മെയിൻ്റെനൻസ് ഹെൽത്ത് പിന്നെ എഡ്യൂക്കേഷൻ ഇതൊക്കെയാണ് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്നത് ഓക്കെ അപ്പൊ എന്താ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് മനസ്സിലായില്ലേ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് സെൽഫ് ഗവൺമെന്റ് ഇൻ റൂറൽ ഏരിയ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് ബൈ ഇൻവോൾവിംഗ് റൂറൽ കമ്മ്യൂണിറ്റി ആൾക്കാരുടെ റൂറൽ ഡെവലപ്മെന്റ് ആണ് പഞ്ചായത്ത് രാജിന്റെ എയിം മാത്രമല്ല അത് പഞ്ചായത്ത് രാജിന്റെ വ്യത്യാസം അല്ല സെൻട്രൽ ഗവൺമെന്റിലും സ്റ്റേറ്റ് ഗവൺമെന്റിലും വെച്ച് പഞ്ചായത്ത് രാജിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾസ് ദ ഹോൾ കൺട്രി ബട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കൺട്രോൾസ് ദ ഹോൾ സ്റ്റേറ്റ് അപ്പൊ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് ഇറ്റ് കൺട്രോൾസ് എ റൂറൽ ഏരിയ അല്ലെങ്കിൽ കൺട്രോൾസ് എ പഞ്ചായത്ത് ഓക്കെ നെക്സ്റ്റ് വൺ സ്ട്രക്ചർ ഓഫ് ദ പഞ്ചായത്ത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ഇല്ലേ പെരിങ്ങോമ്പയക്കര പഞ്ചായത്ത് ചെറുപുഴ പഞ്ചായത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ യെസ് ഗ്രാമപഞ്ചായത്തിന്റെ പിന്നെ നമുക്ക് പറയാം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേട്ടിട്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ വന്നപ്പോ പഞ്ചായത്തിലേക്ക് ഒരു വ്യക്തി ബ്ലോക്കിലേക്ക് ഒരു വ്യക്തി ജില്ലയിലേക്ക് ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ
3 വോട്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ കുറച്ചുനാൾ മുമ്പ് 3-4 മാസം മുമ്പ് ഒരു ഇലക്ഷൻ നടന്നപ്പോ ഓരോ സ്ഥലത്ത് നിങ്ങൾ കണ്ടില്ലേ, കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും എന്താ പറയാ കോൺഗ്രസിന്റെ ആയാലും BJPന്റെ ആയാലും 3 ആൾക്കാരാണ് മത്സരിച്ചത്. പഞ്ചായത്ത് ഇലക്ഷനാണ് ഇപ്പൊ നടന്നത്. അപ്പൊ 3 ആൾക്കാരാണ് മത്സരിച്ചത്. അതാരൊക്കെയായിരുന്നു? ഒന്ന് പഞ്ചായത്തിലേക്ക്, ഒന്ന് ബ്ലോക്കിലേക്ക്, മറ്റൊന്ന് ജില്ലയിലേക്ക്. അപ്പൊ പഞ്ചായത്ത് രാജിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. പഞ്ചായത്തി രാജ് സിസ്റ്റം ഡിവൈഡ്സ് ഇൻടു 3. പഞ്ചായത്ത് രാജ് ഇസ് എ 3 ടയർ സിസ്റ്റം. പഞ്ചായത്ത് രാജിനെ പറയുകയാണെ 3 ടയർ സിസ്റ്റം എന്നാണ് പഞ്ചായത്ത് രാജിന് അറിയപ്പെടുക. പഞ്ചായത്ത് രാജ് സിസ്റ്റം ഈസ് നോൺ ആസ് 3 ടയർ സിസ്റ്റം. എന്താ 3 ടയർ എന്ന് പറഞ്ഞാല്? 3 എണ്ണം അല്ലെ. അപ്പൊ ഏതൊക്കെയാ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ജില്ലാ പരിഷത്ത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് സമിതി, ജില്ലാ പരിഷത്ത്. അതാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. മനസ്സിലായില്ലേ? പഞ്ചായത്ത് രാജിന് എന്താ അറിയപ്പെടുക? പഞ്ചായത്ത് രാജ് സിസ്റ്റം ഈസ് എ 3 ടയർ സിസ്റ്റം. പഞ്ചായത്ത് രാജ് സിസ്റ്റം ഈസ് നോൺ ആസ് 3 ടയർ സിസ്റ്റം. പഞ്ചായത്ത് രാജ് works at 3 levels. Which are the 3 levels of Panchayati Raj system? Harinande, Panchayati Raj is a 3-tier system. Which are the 3 levels of Panchayat? First one, Grama Panchayat, Block Panchayat. Third one, Sila Parishad. Sila Parishad means district Panchayat. Okay. Grama Panchayat, Block Samiti, Sila Parishad. These are the 3 levels of Panchayati Raj system in India. Then, a few panchayats combine to form a block samiti. It is an organization formed to take care of the needs of the whole block. However, there are certain things the block samiti cannot handle itself. The organization at the apex of the Panchayati Raj system, called the Sila Parishad, helps the block samiti. It consists of the representative of block samitis of the district and other members who work the district level. അതാണ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു, സെൻട്രൽ ഗവൺമെന്റ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹോൾ കൺട്രീനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് ഇസ് ടു ഡിഫിക്കൽട്ട് അല്ലെ. ഇസ് ടു ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദ ഹോൾ കൺട്രി. സോ സെൻട്രൽ ഗവൺമെന്റ് ഡിവൈഡഡ് ഇൻടു സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിനെ വീണ്ടും ഒരാളൊറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാന്നുള്ളത് ഇസ് ടു ഡിഫിക്കൽട്ട്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൾസോ ഡിവൈഡഡ് ഇൻടു ഡിസ്ട്രിക്ട് അല്ലേ. ഒരു രാജ്യത്തെ മുഴുവൻ ഭരിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് രാജ്യം എന്നുള്ളതിനെ എന്തായി ഡിവൈഡ് ചെയ്തു? സ്റ്റേറ്റ് ആയി ഡിവൈഡ് ചെയ്തു. 29 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ അല്ലേ. യെസ്. Then these 29 states again divided as districts, isn't it? അല്ലേ. Any these districts are again divided into panchayat, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് etc. മനസ്സിലായില്ലേ എന്തിനാ ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തെന്ന് അറിയോ? ഈസി ടു കൺട്രോൾ, ഭരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തത്. അപ്പം കൺട്രി എന്നുള്ളതിനെ സ്റ്റേറ്റ് ആയും, സ്റ്റേറ്റിനെ ഡിസ്ട്രിക്റ്റ് ആയും, ഡിസ്ട്രിക്റ്റിനെ പഞ്ചായത്തായും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ മോനെ ജസ്റ്റ് പിന്നെ പഞ്ചായത്തിനെ വീണ്ടും വാർഡായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണില്ലേ 14-ാം വാർഡ്, 13-ാം വാർഡ്, 8-ാം വാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എളുപ്പത്തിന് വേണ്ടിയാണ്. കാരണം വാർഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരാൾ പഞ്ചായത്തിലെത്തിക്കും, പഞ്ചായത്തിന് പിന്നെ അങ്ങനെ പോകാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. ഈസി ടു കൺട്രോൾ ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ 3 ലെവൽസ് ഓഫ് പഞ്ചായത്ത് പറഞ്ഞു. ഒന്ന് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത്. അപ്പൊ പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് നോൺ ആസ് 3 ടയർ സിസ്റ്റം. ഓക്കെ. Next, first one, panchayat. Listen, in our country, the system of panchayat is very old. The word literally means a group of 5 people from ancient times. It was a custom in villages to elect a group of 5 elders or pans, meaning 5. They settled disputes and looked after other problems which arose in the village. Their decision was binding on all. The system functioned well till the Mughal period. In our country, in India, the system of panchayat or panchayati raj system is very old. Old means പഴയതാണ്. പഞ്ചായത്ത് രാജ് സിസ്റ്റം വളരെ പഴയ പണ്ട് തൊട്ടേ എന്തുണ്ട്? പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ട്.
Then the word literally means a group of 5 people. ഇപ്പൊ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ മീനിങ് എന്ന് പഞ്ചായത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഗ്രൂപ്പ് ഓഫ് 5 people. 5 ആൾക്കാരടങ്ങുന്ന ഗ്രൂപ്പ് എന്നാണ് ഈ പഞ്ചായത്ത് എന്നതിന്റെ അർത്ഥം. മനസ്സിലായോ? In India, പഞ്ചായത്ത് രാജ് system is very old system in India. Then panchayat means literally means a group of 5 people. 5 ആളടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. From ancient times, it was a custom in village to elect a group of 5 elders or pans. Meaning 5. Ancient India, it was a custom in villages to elect a group of 5 members. Ancient times അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം ആയിരുന്നു ഓരോ വില്ലേജിലും 5 ആൾക്കാരെ വീതം തെരഞ്ഞെടുക്കുമായിരുന്നു, സെലക്ട് ചെയ്യായിരുന്നു. ആ സിസ്റ്റമാണ് ഇപ്പോഴും. അപ്പൊ അന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 5 ആൾക്കാരാണ്, ഗ്രൂപ്പില് ഒരു 5 ആൾക്കാരടങ്ങുന്ന ഗ്രൂപ്പ്. ആൻഷ്യന്റ് ടൈംസിലൊക്കെ എന്തുണ്ടായിരുന്നു? ഓരോ വില്ലേജിൽ നിന്നും ഓരോ ഗ്രാമത്തിൽ നിന്നും 5 ആൾക്കാരെ വീതം സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇവരെന്ത് ചെയ്യും? They settle disputes and looked after the all problems which arose in the village. അപ്പൊ ആൻഷ്യന്റ് ടൈംസിൽ ഇങ്ങനെ 5 ആൾക്കാരെ വീതം തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഡ്യൂട്ടി എന്താ? What is the duty of that people? These people looked after the village. മനസ്സിലായോ? ഈ വില്ലേജിലെ ആൾക്കാരുടെ പ്രശ്നങ്ങള് solve the problems. If you have any problem there, they will contact these people. Then these people engage in the problem and solve that. Okay? മനസ്സിലായില്ലേ? ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ വില്ലേജിലുള്ള പ്രശ്നം ഈ 5 ആൾക്കാരുടെ അടുത്ത് 5 ആൾക്കാരാണ് ഡീൽ ചെയ്യുക. ആൻഷ്യന്റ് ടൈംസിൽ 5 ആൾക്കാർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നത് ഈ പഞ്ചായത്ത് രാജിലേക്ക്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ എന്താ? പഞ്ചായത്ത് മെമ്പർമാർ ഓരോ വാർഡിലേക്ക് ഓരോ ആൾക്കാരായി, ജസ്റ്റിസ് പറഞ്ഞ പോലെ ഓരോ വാർഡായി തിരിച്ചു അല്ലെ? വാർഡായി തിരിച്ചു പഞ്ചായത്ത് മെമ്പർമാർ ഒരു വാർഡിൽ തന്നെ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് മെമ്പർമാരുണ്ട്. അപ്പൊ 15 വാർഡ് ഉണ്ടെങ്കിൽ 15 മെമ്പർമാരുണ്ട് അല്ലേ? അല്ല മക്കളെ? Next paragraph. When the British ruled over our country, they appointed their own officials to look after the affairs of the people. Consequently, the institution of panchayat declined. When we became independent and framed our own constitution, we recognized the importance of this system. So, I saw a paragraph on the manaslavunnu. It's too easy. You can understand that paragraph. When the British ruled over the country, they appointed their own officials to look after the affairs of the people. അതായത് എപ്പോഴാണോ ബ്രിട്ടീഷ് ഭരണം നമ്മുടെ കൺട്രിയിൽ ഉണ്ടായിരുന്നത്, ബ്രിട്ടീഷ് ഭരണം നമ്മുടെ കൺട്രിയിൽ ഉണ്ടായിരുന്നപ്പോ അവരെന്ത് ചെയ്യുന്നു? They appointed their own officials. അവർ അവരുടേതായ ഓഫീസർമാരെ അവിടെ നിയമിച്ചിരുന്നു. എന്തിനു വേണ്ടി? ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി അവർ അവരുടെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ അവിടെ നിയമിച്ചിരുന്നു. Then consequently the institution of panchayat declined. അങ്ങനെ എന്ത് ചെയ്തു? Consequently the institution of panchayat declined when became independent and framed our own constitution. അങ്ങനെ പഞ്ചായത്ത് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലുള്ള സമയത്ത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ആയിരുന്നു ഇതൊക്കെ നടത്തിയിരുന്നത് അല്ലെ? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? അവരുടെ ഒഫീഷ്യൽസിനെ അപ്പോയിന്റ് ചെയ്യും. During the reign of British in India, Britishers appointed their own officials to solve the problems in that village. Then after independence, Indian people realized that we want a constitution. അങ്ങനെ ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്കാർക്ക് മനസ്സിലായി എന്ത് വേണം? നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നല്ലേ? The government began programs for the development of the country. It was found that the participation of the people in these programs at the local level was missing. So, the system of panchayat was revived by the government. അങ്ങനെ government began programs for development of the country. അങ്ങനെ after independence ശേഷം നമുക്ക് ഒരു നമ്മുടേതായ ഗവൺമെന്റിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടി, ഫ്രീഡം കിട്ടി.
ബ്രിട്ടീഷേഴ്സിൽ നമുക്ക് ഫ്രീഡം കിട്ടി. അപ്പൊ നമുക്ക് എന്താ നമ്മുടേതായ ഗവൺമെന്റിനെ ചൂസ് ചെയ്യാനുള്ള അധികാരം നമുക്ക് വന്നു. അങ്ങനെ in 1992 the central government amended the constitution and formulated rules of the panchayat raj system. These were to followed by all the states and union territories. These rules became effective from April 1993. The rulers are അങ്ങനെ after independence Indian people realized that we want a constitution to control the country. അങ്ങനെ in 1992 the central government amended the constitution and formulated rules for the panchayat raj system. അങ്ങനെ 1992 സെൻട്രൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്നു. ഒരു അമെന്റ്മെന്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. എന്താ അത്? പഞ്ചായത്തി രാജ് സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു അമെന്റ്മെന്റ്. ഇനി these rules became effective from April 1993. 1992 പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ ഒരു അമെന്റ്മെന്റ് വന്നതെങ്കിലും അത് പ്രാബല്യത്തിൽ വരുമ്പോൾ എപ്പോഴായി? 1993 ഏപ്രിൽ മാസത്തിൽ. മനസ്സിലായോ? 1993 ഏപ്രിൽ മാസത്തിലാണ് എന്ത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ അമെന്റ്മെന്റ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഇനി അതിലെ റൂളേഴ്സ് നോക്ക്. ഇറ്റ് മസ്റ്റ് ബി എ 3-tier സിസ്റ്റം. ആ അമെന്റ്മെന്റിലെ അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങളാണ് എന്ത്? It must be a 3-tier system. The village level, intermediate or block level, and district level. Panchayats at the intermediate level may not be constituted in states having a population or less than 20 lakh. അപ്പം ആ 1992 അമെന്റ്മെന്റ് കൊണ്ടുവന്നു. സെൻട്രൽ ഗവൺമെന്റ് അമെന്റ് കൊണ്ടുവന്നു. 1993 in 1993 ഏപ്രില് ആ അമെന്റ് എന്ത് ചെയ്തു? റൂൾസ് became effective അല്ലെ? These rules become effective in 1993 ഏപ്രിൽ. അപ്പൊ അതിൽ കുറെ റൂൾസ് പറയുന്നുണ്ട്. എന്താ? ഒരുപാട് റൂൾസ് പറയുന്നുണ്ട്. ആ റൂൾസ് എന്തൊക്കെയാ? ഒന്നാമത്തെ റൂള് ഇറ്റ് മസ്റ്റ് ബി 3-tier സിസ്റ്റം. എന്തായിരിക്കണം? പഞ്ചായത്ത് രാജ് എന്തായിരിക്കണം? 3-tier സിസ്റ്റം ആയിരിക്കണം. അതായത് ഗ്രാമപഞ്ചായത്ത്, ദെൻ ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഈ 3 ലെവൽ ഉണ്ടായിരിക്കണം. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ 3 ലെവൽ ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ റൂള്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 3-tier, ഇറ്റ് മസ്റ്റ് ബി 3-tier സിസ്റ്റം. ദാറ്റ് ഈസ് ഗ്രാമപഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. Then second point is there should be direct election for all the seats in panchayat. പഞ്ചായത്തിലെ ഓരോ സീറ്റിലും എന്തുണ്ടാവണം? ഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കണം. അതായത് ഡയറക്റ്റ് വോട്ട് ചെയ്യാൻ പറ്റണം അല്ലെ? ഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കണം ഓരോ സീറ്റിലേക്കും. അതായത് ഗ്രാമപഞ്ചായത്തിലേക്കും ഡയറക്റ്റ് ഇലക്ഷൻ നടക്കണം, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഡയറക്റ്റ് ഇലക്ഷൻ നടക്കണം, ദെൻ ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്കും ഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കണം നടക്കണം. അപ്പൊ ഇറ്റ് മസ്റ്റ് ബി 3-tier സിസ്റ്റം, പഞ്ചായത്ത് രാജ് സിസ്റ്റം ആൻഡ് ഈച്ച് പഞ്ചായത്ത് അല്ലെങ്കിൽ ഈച്ച് ലെവൽ introduced a direct election for the seat for each seat. മൂന്നാമത്തെ പോയിന്റ് there should be reservation to ensure representation of scheduled caste and scheduled tribes in proportion to their population in the area. എന്ത് വേണം? SC STക്ക് വേണ്ടി റിസർവേഷൻ ഉണ്ടായിരിക്കണം. ഇത്ര ആൾക്കാരിലെ ഇത്ര ശതമാനം ആർക്ക് വേണ്ടി മാറ്റിവെക്കണം? ആർക്ക്? SC STക്ക് വേണ്ടി അല്ലെ? ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടി മൊത്തത്തിലുള്ള ആ ഒരു പോപ്പുലേഷൻ, ആ പഞ്ചായത്തിൽ എത്ര ആൾക്കാരുണ്ടോ അതിൽ ഇത്ര ശതമാനം താഴ്ന്ന ജാതിക്കാർക്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടി മാറ്റിവെക്കണം. നാലാമത്തെ പോയിന്റ് 1/3 of the total number of seats are reserved for women. Not less than 1/3 of the total number of officers or of chairpersons in the panchayat are also reserved for women. എന്താ പറഞ്ഞേ? ഒന്നാമത്തെ റിസർവേഷൻ നമ്മൾ പറഞ്ഞു SC ST അല്ലെ? റിസർവേഷൻ ഫോർ SC ST ഇത്ര ശതമാനം, അതായത് ടോട്ടൽ ഉള്ളതിന്റെ ഒരു ഭാഗം SC STക്ക് വേണ്ട. നാലാമത്തെ പോയിന്റ് ആണ് 1/3 of total number of seats reserved for women. അതായത് മൊത്തത്തിലുള്ളതിന്റെ 1/3 ആർക്ക് വേണ്ടി മാറ്റിവെക്കണം? ആരായിരിക്കണം? സ്ത്രീകളായിരിക്കണം അല്ലെ? 90 ഉണ്ടെങ്കിൽ അത് 30% ആർക്കാണ്? സ്ത്രീകൾക്കാണ്. അപ്പം മൊത്തത്തിലുള്ള ടോട്ടലിന്റെ 1/3 of the seats are reserved for women. അതായത് മൊത്തത്തിൽ ടോട്ടല് 90 മെമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ 30 മെമ്പേഴ്സ്, അതായത് പഞ്ചായത്ത് മെമ്പർമാർ 90 എണ്ണം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ
ഇതിലേക്ക് 90 ആൾക്കാരെ സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ 30 ആൾക്കാർ ആരായിരിക്കണം? ലേഡീസ് ആയിരിക്കണം. പിന്നെ അടുത്ത പോയിന്റ്, ഓൾ പഞ്ചായത്ത് മസ്റ്റ് ഹാവ് എ ടെന്യൂർ ഓഫ് 5 years. If for some person a panchayat is dissolved, the election must be held within 6 months of its dissolution. എന്താ പറഞ്ഞേ? പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ സെലക്ഷൻ മെമ്പർമാരെ സെലക്ട് ചെയ്യുന്നത് 5 വർഷത്തേക്കായിരിക്കണം. മനസ്സിലായോ? മസ്റ്റ് ഹാവ് എ ടെന്യൂർ ഓഫ് 5 years. 5 വർഷത്തേക്കായിരിക്കണം ഇതിന്റെ റൂളേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. മാത്രല്ല, ഇനി ഒരു മെമ്പർ ഏതെങ്കിലും ഇടയ്ക്ക് ഈ 5 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു മെമ്പറിന് ഡിസോൾവ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ മരിച്ചുപോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നു, അങ്ങനെ അവർ ഡിസോൾവ് ആവുകയാണെങ്കിൽ അവിടെ എന്ത് നടക്കണം? അനദർ എലക്ഷൻ വിതിൻ 6 months. മനസ്സിലായോ? 15 മെമ്പർമാരുള്ള ഒരു പഞ്ചായത്തിലെ ഒരു മെമ്പർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ശാരീരികമായി ബുദ്ധിമുട്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണാവാം, എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിച്ചാൽ ആ മെമ്പറിന് പകരം പുതിയൊരു മെമ്പറെ 6 മാസത്തിനുള്ളിൽ എലക്ഷൻ നടത്തി കണ്ടുപിടിക്കണം. നമുക്ക് ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. 16 ആളിൽ ഒരാൾ മരിച്ചു എന്നാൽ അവനെ പിടിച്ചുകൂടി ആക്കാന്ന് അത് പറ്റില്ല. എന്ത് ചെയ്യണം? എഗെയിൻ എലക്ഷൻ നടത്തണം. 6 മാസത്തിനുള്ളിൽ എഗെയിൻ എലക്ഷൻ നടത്തി പുതിയ ആളെ ജനങ്ങൾ തന്നെ കണ്ടെത്തുക. നെക്സ്റ്റ് പോയിന്റ് ഈസ് എ മെമ്പർ ഓഫ് പഞ്ചായത്ത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 21 years ഓഫ് ഏജ്. പഞ്ചായത്ത് മെമ്പർ ആവാൻ അറ്റ്ലീസ്റ്റ് എത്ര വയസ്സ് വേണം? 21 വയസ്സെങ്കിലും വേണം. പഞ്ചായത്ത് മെമ്പർ ആവാൻ മത്സരിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്ര വയസ്സ് വേണം? 21 വയസ്സ് വേണം. ലാസ്റ്റ് പോയിന്റ്, ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഷുഡ് ഹോൾഡ് റെഗുലർ പഞ്ചായത്ത് ഇലക്ഷൻ. എന്താ പറഞ്ഞേ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഷുഡ് ഹോൾഡ് റെഗുലർ പഞ്ചായത്ത് ഇലക്ഷൻ. അതായത് റെഗുലർ പഞ്ചായത്ത് ഇലക്ഷൻ 2020 ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞാല് അടുത്ത ഇലക്ഷൻ 2025, നെക്സ്റ്റ് വൺ 2030, അങ്ങനെ 5 വർഷം റെഗുലർ ആയിട്ട് എന്ത് നടക്കണം? ഇലക്ഷൻ നടക്കണം. മനസ്സിലായോ? ജുവാനക്ക് മനസ്സിലായോ? ഓക്കെ, ആതിര, ഹരിനന്ദ്, ജസ്റ്റിസ്, ജോയൽ, അശ്വിൻ, ശ്രീവിഷ്ണു, വസുദേവ്, ഹലീമ, നിജാദ്, ജീവ ആൻഡ് ജുവാന. മനസ്സിലായില്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ മക്കളെ പെട്ടെന്നൊന്ന്. പെട്ടെന്ന്. വസുദേവ് വായിക്കുന്നുണ്ടോ? ജുവാന വായിക്കുന്നുണ്ടോ? ജുവാന. ഓക്കെ,
കഴിഞ്ഞില്ല മക്കളെ? ഓക്കെ. നെക്സ്റ്റ് വൺ, village level. Village level. The panchayat system at the village level consists of the Gram Sabha, the Gram Panchayat, and the Nyaya Panchayat. To read a story by Premchand, go to page 38. ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം നിങ്ങൾ 38ാമത്തെ പേജിൽ പോയാല് പ്രേംചന്ദിന്റെ ഒരു കഥ അവിടെ വ്യക്തമായിട്ട് പറയുന്നത് വായിച്ചു നോക്കാം ഫ്രീ ആവുമ്പോ. ഇപ്പൊ പഞ്ചായത്ത് രാജ് സിസ്റ്റം അതല്ല, വില്ലേജ് ലെവൽ. ഇപ്പൊ വില്ലേജ് ലെവലിലെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയത്? ഗ്രാമസഭ കാണാറില്ലേ? ഗ്രാമസഭ പോകാറില്ലേ? ഗ്രാമസഭയ്ക്ക് കിട്ടുന്ന ആൾക്കാർ പോകുന്ന കാണാറില്ലേ? ഗ്രാമസഭ, പിന്നെ ഗ്രാമപഞ്ചായത്ത്, then third one ന്യായ പഞ്ചായത്ത്. These are the 3 level of village. The level of village. So village level consists of Grama Panchayat, Grama Sabha, and Nyaya Panchayat. Clear? First one, Grama Sabha. Grama Sabha consists of men and women in a village who are 18 years of age and above. They meet at least twice a year. The Grama Sabha elects representatives to the Grama Panchayat. Grama Sabha has the power to review the work done by the Grama Panchayat and examine its account of expenditure. If it is not satisfied with the performance of any member of the Panchayat, it can remove that member by means of a vote of non-confidence. നമുക്കറിയാം പഞ്ചായത്ത് എന്ത് വിളിക്കും? ഗ്രാമസഭ വിളിച്ചു തീർക്കാറുണ്ട്. ആ ഗ്രാമസഭയിൽ പോയാലേ ആ പഞ്ചായത്തിലെ മുഴുവൻ എക്സ്പെൻഡിച്ചർ അല്ലെ, ഇത്ര പൈസ ഇന്നതിന് ചെലവായി, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് നടത്തുന്നുണ്ട്. വീട് ഇല്ലാത്തവർക്ക് വീട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോഴീനെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആടിനെ കൊടുക്കുന്നുണ്ട് അല്ലെ, ഇതിനുള്ള ധനസഹായം ഒക്കെ നമ്മുടെ പഞ്ചായത്ത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അറിയുന്നത് എവിടെ നിന്നാണ്? ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ്. സോറി, ഗ്രാമസഭയിൽ വെച്ചാണ്. അപ്പൊ ഗ്രാമസഭ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഗ്രാമസഭ നടക്കുക. അതിന്റെ നിയമം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഗ്രാമസഭ കൂടണം. അതിൽ ആരാണ് പങ്കെടുക്കുക? ഗ്രാമസഭ കൺസിസ്റ്റ് ഓഫ് men and women in that village, those who have completed 18 years old. അപ്പൊ 18 വയസ്സ് പൂർത്തിയായത് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുക, ഗ്രാമസഭയിൽ പങ്കെടുക്കുക. മനസ്സിലായോ? men and women of 18 years and above, they have participated in the Grama Sabha and attend the meeting. അവരാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ ആ മീറ്റിംഗിലാണ് എന്ത് പറയാ, ആ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും, അല്ലെങ്കിൽ ആ പഞ്ചായത്ത് ചെയ്യാവുന്ന പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചും, ആ പഞ്ചായത്തിൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ ഗ്രാമസഭയിലാണ് പറയാ. അല്ലെ, ഇന്ന് അപേക്ഷയൊക്കെ ഉണ്ട്, നിങ്ങൾ അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കോഴി ഇത്ര ആൾക്കാർക്ക് ഇത്ര കോഴി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വില്ലേജ് ഇത്ര പാവപ്പെട്ട ജനങ്ങൾക്ക് പശുവിനെ കൊടുക്കുന്നുണ്ട്, അത് ഇത്ര ശതമാനം നിങ്ങൾക്ക് സബ്സിഡിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ഗ്രാമസഭയിൽ നിന്നാണ്. അല്ലെ മക്കളെ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് എടുക്കാനുള്ള ടൈമില്ല, ക്ലാസ് കട്ടായി. ഓക്കെ ആണോ? എന്താണ് ജസ്റ്റ് അടുത്ത വീഡിയോ സോഷ്യൽ ചെയ്യുന്നതല്ലേ? അന്നേരം പൊളിറ്റിക്സ് എടുക്കുന്നത്? അന്നേരം പൊളിറ്റിക്സ് ആണ് എടുക്കുന്നത്? ഈ പൊളിറ്റിക്സ് തന്നെ തീർക്കാം, നമുക്ക് തീർക്കാലോ. പൊളിറ്റിക്സ് എടുക്കാറില്ല, കുറെ നാളെയില്ലേ പൊളിറ്റിക്സ് എടുക്കും. അപ്പൊ അടുത്ത അവരും കൂടെ പൊളിറ്റിക്സ് എടുക്കുക. ഇപ്പൊ ടെക്സ്റ്റ് വായിക്കുക, എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക കേട്ടോ. കരുനന്ദിന് ഇന്ന് എന്ത് പറ്റി? ഇങ്ങനെ ഇരിക്കുക. കരുനന്ദ ആക്റ്റീവേ അല്ല. അമ്മ ഒന്നും കഴിക്കാൻ തന്നില്ലടാ. കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? വസുദേവാണെങ്കിൽ ഇത് കയ്യും കാലൊക്കെ വലിക്കാൻ തുടങ്ങി. 10-20 മിനിറ്റ് ഇരുന്നതേ ഉള്ളൂ, അപ്പത്തേനും നോക്കി വലിയുന്നത്. അപ്പൊ മക്കളെ ബൈ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. എക്സാമിന് നന്നായി പഠിക്കണേ. എക്സാമിന് പഠിക്കുക, കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ടെക്സ്റ്റ് നന്നായി വായിക്കാം.